നിങ്ങളൊരു പേരപ്രേമിയാണോ? എന്നാൽ ഇതട്ടാ പുതിയൊരു വെറൈറ്റി വന്നിട്ടുണ്ട്. ജാർവി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വെറൈറ്റിയാണ്. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് മുന്നേ എല്ലാവരും വെച്ചിരുന്നത് ജപ്പാൻ പേരായിരുന്നു. ജപ്പാൻ പേര നമ്മളെ ഈ ക്ലൈമറ്റിൽ കൂടുതൽ കായ പിടിക്കാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ജാർവി റെഡ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുന്ന ഒരു വെറൈറ്റി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ നിലത്താട്ടോ വെക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കൂടുതൽ ഇതൊക്കെ വെച്ചിട്ടുള്ള ഡ്രമ്മിനാണ്. അപ്പോൾ പേര നമ്മളടുത്ത് ഒരുപാടുണ്ട്. അപ്പോൾ നിലത്ത് വെക്കുമ്പോൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, വിളവ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നിലത്താണ് വെക്കാൻ പോകുന്നത്. കുറച്ച് അവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇതൊരു നാടൻ വെറൈറ്റി പേര കേട്ടോ. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാർ കൊടുന്നു തന്നാ. പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും പേരക്ക തയ്യും അതുപോലെ വേറെ ഈനാമ്പായത്തിൻ്റെ തയ്യും. അപ്പോൾ ഞാൻ പേരൊക്കെയാണ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് കണ്ടാ നമ്മളെ പഞ്ചായത്ത് തന്ന വകയാണ്. ഇത് വേണ്ട കായ പിടിച്ചിങ്ങനെ കണ്ടാ, ഇവിടെ കായ പിടിച്ച് തുടങ്ങി. നാടൻ വെറൈറ്റി ആകുമ്പോൾ നല്ല കായ കിട്ടും. ഇത് ഇപ്പോൾ ഒരു ബുഷ് പോലെ ഉണ്ടാ കണ്ടാ. ഞാനിത് നല്ല ബ്രൂൺ ചെയ്തിട്ടാണ് ഈ ഒരു രൂപമാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ കണ്ടാ കട്ട് ചെയ്തിട്ട് നമ്മളൊരു കട്ട് ചെയ്യുമ്പോൾ അവിടെ പിന്നെ നമുക്കൊരു 3-4 ബ്രാഞ്ച് വരും. ഇനിയിപ്പോൾ ഇത് ബ്രൂൺ ചെയ്യും, ഒന്നും കൂടി ബ്രൂൺ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല ബുഷായിട്ടുണ്ടാവും, നല്ല കായ കിട്ടും ചെയ്യും. ഒരു 1.5-2 വർഷമായിട്ടുള്ളൂ. വേണ്ട കായ നന്നായിട്ട് കായ കിട്ടും. അതാണ് നമ്മൾ നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ വെറൈറ്റി ആയി വെക്കുന്നത് എന്താ വെച്ചാൽ നല്ല റെഡ്, നല്ല സൈസുള്ള പേരക്കാവും. ഇപ്പോൾ ഈ ജാർവി റെഡൊക്കെ നല്ല സൈസ് ഉണ്ടാവും, അകത്ത് റെഡ് കളറാവും. അപ്പോൾ ഒരു വെറൈറ്റിയാണ് നമ്മൾ വെക്കുന്നത്. ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് മെക്സിക്കൻ റെഡ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചതാണ്. ഏകദേശം നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വെയിലിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഇത് വെക്കുന്നത്, ജാർവി റെഡ് വെക്കുന്നത്. ഇത് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് ആട്ടും കാഷ്ടം ഇട്ടു. പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്കൊന്ന് പൊടിച്ചിടണം. വേപ്പിൻ പിണ്ണാക്കെല്ലാം മിക്സ്ഡ് പൊടിയും വരും, നമ്മൾ പൊടിച്ചിടണം നല്ലത്. അതുപോലെ എല്ലുപൊടി കുറച്ച്, പിന്നെ കുറച്ച് ഡോളോമെറ്റ് കുറച്ച് ഡോളോമെറ്റ് കുയിലിട്ടു. എല്ലുപൊടി ഓക്കെ, സത്ത് എല്ലാം റെഡി. ഇതൊന്ന് മിക്സ് ചെയ്യാം. നിലത്ത് വെക്കുമ്പോൾ നല്ല റിസൾട്ടും കിട്ടും, നല്ല വിളവും കിട്ടും. പക്ഷേ നിലത്ത് വെക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ഇത് ഡ്രമ്മിനകത്തും വെക്കാം. അടിപൊളി. പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് വരും കേട്ടോ. ഇവിടെ ഇതൊക്കെ നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബെഡ് തയ്യാണ്. അപ്പോൾ അടിയിൽ നിന്ന് കമ്പ് മുളച്ചിടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തൈ വെക്കുമ്പോൾ ഈ മുകളിൽ